രണ്ടാമത്തെ ചോദ്യം യുണീക്ക് ഇമെയിൽ അഡ്രസ്സസ് ആയിരുന്നു. അപ്പോൾ യുണീക്ക് ഇമെയിൽ അഡ്രസ്സസ് നമ്മളിപ്പോൾ അടുത്ത് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അത് കുറച്ചുകൂടി അതൊരു ഈസി തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അതിൽ കുറച്ച് സ്ട്രിങ് മാനിപ്പുലേഷൻ കൂടി വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ടു സം എന്ന് മാറ്റും. ഓക്കെ, ഇതിലോട്ടെ ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, യുണീക്ക് ഇമെയിൽ അഡ്രസ്സസ്. ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളിത് സോർട്ട് ചെയ്തിടണം കേട്ടോ. ഈസിയാണ്, പക്ഷെ ഫ്രീക്വൻസിക്ക് സോർട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്ര വട്ടം ഗൂഗിളിന്റെ ഇന്റർവ്യൂസിന് വന്നു എന്നാണെന്ന് എൻ്റെ വിശ്വാസം. ആ ഒരു എഴുത്തുനിന്ന് എന്തായാലും കുഴപ്പമില്ല, ഇതിൽ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണുള്ളത്. എന്തായാലും ഞാൻ നോക്കി നോക്കട്ടെ. യുണീക്ക് നമുക്കിത് എന്തോ നോക്കി നോക്കാം. യുണീക്ക് ഇമെയിൽ അഡ്രസ് ഫസ്റ്റ് ടൈം ആണ്. ടൂസം ഫസ്റ്റ് ടൈം ആയിരുന്നില്ല. ടൂസം ഞാൻ ഓൾറെഡി എന്താണ് ഇതിന് മുന്നേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. യുണീക്ക് ഇമെയിൽ അഡ്രസ് ഫസ്റ്റ് ടൈം ആണ്. The unique email addresses. Every valid email consists of a local name and a domain name separated by the @ sign. Besides lowercase letters, the email may contain one or more dot or plus. For example, in alice@leetcode.com, Alice is the local name and leetcode.com is the domain name. If you add periods between some characters in the local name, part of an email address, mail sent there will be forwarded to the same address with the dots in the local name. Note that this rule does not apply to domain names. For example, alice.g@leetcode.com and alice.z forward to the same email address. If you add a plus in the local name, everything of the first plus sign will be ignored. So allow certain activities to be filtered, or the rules does not apply to domain names. Okay, for example, m.y plus name @email.com will be forwarded to my@email.com. Okay, ഇതിന്റെ മുന്നിലുള്ള വാല്യൂസ് മാത്രമേ എടുക്കുള്ളൂ പ്ലസ് വരുമ്പോൾ എന്ന് പറയുന്നത്. Use both of these rules at the same time. Given an array of strings emails where you send one email to each emails of I, return the number of different addresses that actually receive the mails. ഓക്കെ, ഞാനിതൊന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് നേരെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ യുണീക്ക് ഇമെയിൽ അഡ്രസ്സസ് ആണല്ലേ. അപ്പോൾ നമുക്ക് തന്ന ഇമെയിൽ അഡ്രസ്സിൽ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് നോക്കാം. ഒരു യുണീക്ക് ഇമെയിൽ അഡ്രസ്സസിൽ പറഞ്ഞത് പ്ലസ് ഉണ്ടാവും, ഡോട്ട് ഉണ്ടാവും, റേറ്റ് ഉണ്ടാവും ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ. ഒരു ബേസിക് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇതിൽ അവർ പറഞ്ഞ പോലെ ഡോട്ട് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്ലസ്, ഇവിടെ ഡോട്ട് ഉണ്ട്, പിന്നെ @ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് എന്താ എക്സ് പ്ലസ് g.mail.com അങ്ങനെ തന്നിരിക്കുക വിചാരിക്കുക. ഇതും അവർ പറയുന്നത് കുഴപ്പമില്ല എന്നാണ്. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞ കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ, നമ്മൾ എപ്പോഴും നമ്മളൊരു പ്രോബ്ലം കിട്ടുമ്പോൾ അത് ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എഴുതുക. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഡോട്ട് വന്നു കഴിഞ്ഞാൽ അവോയ്ഡ് ഡോട്ട്. ബാക്കിയുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെന്ന് പറയുന്നത് എന്തിനോട് സമാണ്? ഇതിനോട് സമാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് എന്താ പറയുക? പ്ലസ് വരികയാണെങ്കിൽ അവോയ്ഡ് റൈറ്റ് സൈഡ് ഓഫ് പ്ലസ്. പ്ലസ് വരികയാണെങ്കിൽ റൈറ്റ് സൈഡ് അവോയ്ഡ് ചെയ്യാണ് വന്നത്. തേർഡ് വൺ only in local name, not in domain name. അപ്പോൾ ഈ ഒരു വാല്യൂ വരുമ്പോൾ ഇതിനെ നമ്മൾ g.mail.com തന്നെ ഉണ്ടാവും. ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. ഓക്കെ അല്ലേ? ഇതാണ് അവർ പറഞ്ഞ 3 കണ്ടീഷൻ. അപ്പോൾ ഈ 3 കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാവുന്ന മാത്രമേ ഉള്ളൂ. ഇത് സിമ്പിളാണ്. സിമ്പിളായിട്ടൊരു ഇത് സ്ട്രിങ് മാനിപ്പുലേഷൻ ആണ്. ഇതിൽ നമുക്ക് അങ്ങനെ വലിയ കൂടുതലായിട്ട് ഹാഷ് മാപ്പും അതും ഇതൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഇതിലേക്ക് എത്തണം. എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തേണ്ടതെന്ന് നോക്കണം. നമ്മൾ
എന്താണ് സ്ട്രിങ്ങിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്കറിയണം പൈത്തണിൻ്റെ രണ്ട് വാല്യൂസാണ് നമുക്കതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയണ ഒരു വാല്യൂ ആണ് നമ്മുടെ എന്താ റീപ്ലേസ് എന്നുള്ള ഫംഗ്ഷനാണ്. ഇത് ഓർഡർ ഓഫ് 1 ആണ്. പക്ഷെ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, അത് സ്ലോ ആണ്. അത് ഓർഡർ ഓഫ് എന്താ നമുക്ക് നോക്കേണ്ടത്, അധികം ഓർഡർ ഓഫ് n ആവും. നമുക്ക് എന്താണ് നോക്കി വെക്കാം. ഓക്കെ, എന്താ അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും ശരിക്കും, പക്ഷെ അതൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആവും നോക്കണം. നമ്മൾ ഇതിലെന്താ വെച്ചാൽ ഒരു n വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു n² ആയിട്ടുള്ള വാല്യൂ വരേണ്ട ആവശ്യം വരും. നമ്മളെന്താ വെച്ചാൽ ഇൻഡെക്സിനെ പറ്റുന്നത്ര ഒഴിവാക്കണം. നമ്മൾ ഇൻഡെക്സിനെ ഒഴിവാക്കിയിട്ട് എങ്ങനെ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് എന്താണ് യുണീക്ക് ഇമെയിൽ അഡ്രസ്സസ് ഫോം ചെയ്യാൻ പറ്റും നോക്കണം. അപ്പോൾ യുണീക്ക് ഇമെയിൽ അഡ്രസ്സസ് എന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം, ഇതൊരു ഹാഷ് സെറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ ഒരു ഹാഷ് സെറ്റ് വിളിക്കണം. അപ്പോൾ സ്ട്രിംഗ് മാനിപ്പുലേഷൻ എന്താണ്, സ്ട്രിംഗ് മാനിപ്പുലേഷൻ ഹാഷ് സെറ്റും നമ്മുടെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. സ്ട്രിംഗ് മാനിപ്പുലേഷനും ആൻഡ് ഹാഷ് സെറ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, ഞാൻ അതിനൊരു ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളടുത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഓക്കെ ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് കാണാം നം യുണീക്ക് ഇമെയിൽസ് എന്നുള്ള വാല്യൂ ആണ് ഉള്ളത് അല്ലേ. അപ്പൊ ഇതില് എന്താ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നോക്കാം. ക്വസ്റ്റ്യനിൽ 3 തിരിക്കുന്നത് അല്ലേ. ഞാൻ വൈറ്റ് ബോർഡിക്ക് ഒന്ന് പോട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു ലോക്കൽ നെയിമും ഡൊമൈൻ നെയിമും വെച്ചിട്ടാണ് നമ്മൾ 2 വാല്യൂസ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ ഈ ലോക്കൽ നെയിമും ഡൊമൈൻ നെയിമും വെച്ചിട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് നമ്മൾ എഴുതിയത് നോക്കാം. അതായത് നമുക്ക് എന്താണ് ഇതൊന്നും ഒരു കണ്ടീഷനിൽ പറഞ്ഞിട്ടില്ല, ഞാൻ ഈ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് കുറെ കണ്ടീഷൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു എറർ പ്രോൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എഴുതി വെക്കാൻ നല്ലതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മുടെ റിക്രൂട്ടറിൻ്റെ അടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനിയിപ്പോൾ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണ് -1 തരണം എന്ന് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് എന്താണ് -1 കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ലോക്കൽ നെയിം, ഇത് ഇഫ് പ്ലസ് ഇൻ ലോക്കൽ നെയിം, ഞാൻ പ്ലസ് ഉണ്ട് ലോക്കൽ നെയിമിൽ നിന്നൊരു സെർച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡെക്സിന്റെ അതുവരെ നമുക്ക് പോകേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് വേണ്ടാന്ന് എഴുതി. പക്ഷേ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരുന്നത് ഇൻഡെക്സ് ആണ്. അതുകൊണ്ട് ഞാൻ എന്താണ് ഇവിടെ യൂസ് ചെയ്തപ്പോൾ കണ്ടോ നമുക്ക് ഒപ്റ്റിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടിയില്ല. നമുക്ക് എന്താണ് കുറെ പിന്നിക്കായിട്ടുള്ള സൊല്യൂഷൻ കിട്ടി. അപ്പൊ ഇതിൽ നമുക്ക് വെറുതെ നമ്മൾ മാറ്റം ചെറുതായിട്ട് വരുത്തേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ പ്ലസ് നോക്കാതെ തന്നെ നമുക്ക് എന്താണ് റീപ്ലേസ് കൊണ്ട് വിളിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ അല്ലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ലോക്കൽ നെയിം ഡോട്ട് സ്പ്ലിറ്റ് ഓഫ് എന്നിട്ട് നമ്മൾ പ്ലസ് വിളിക്കാന്ന് വിചാരിക്കുക. എന്നിട്ട് അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആകെ 0th പൊസിഷന് മാത്രമേ വരാൻ പാടുള്ളൂ. ഓക്കെ, ഇതും കൂടി ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് ഈ കേസും കറക്റ്റായിട്ട് റണ്ണായി. നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഇത് സ്പീഡ് കൂടുതലാണ് നോക്കാം. കാരണം ഇത് നമുക്ക് എന്താണ് വെറുതെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വന്നുള്ളൂ. കണ്ടോ, അപ്പോൾ നമ്മൾ എന്താണ് 7 millisecond കുറച്ചുകൂടി നമുക്ക് എന്താണ് സമയം കുറഞ്ഞ് കിട്ടി. നമുക്ക് ആ വാല്യൂ കൂടി കിട്ടി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ നമുക്ക് നമ്മുടെ വലിയ പ്രശ്നമില്ല, ഇത് കറക്റ്റ് ആണ്. എന്തുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. സെയിം പോലെയാണല്ലോ. ഈ ഡോട്ട് സ്പ്ലിറ്റ് ചെയ്തു, ലോക്കലിന് സ്പ്ലിറ്റ് ചെയ്തു, ഡോട്ട് റീപ്ലേസ് ചെയ്തു, യുണീക്കിൽ ആഡ് ചെയ്തു. അത്രന്നല്ലേ നമ്മുടെ കറക്റ്റന്നല്ലേ. ഇവിടെ ലോക്കൽ ഡോട്ട് നമ്മളൊരു പുതിയ വാല്യൂയിൽ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇതിൽ ഇത്രയും കുറച്ച് വരും. നമുക്ക് ഈ ഇഫ് കണ്ടീഷൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഈ ഇവിടെ ഒരു ലോക്കൽ കറക്റ്റിനെയാണ് വിളിച്ചാണ് നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് അവരും ചെയ്തത്. ഡോട്ടിനെ റീപ്ലേസ് ചെയ്തു, പ്ലസ് സ്പ്ലിറ്റ് ചെയ്തു, വാല്യൂനെ ആഡ് ചെയ്തു, ഇമെയിൽ ഇട്ട് കൊടുത്തു.
നോക്കിയ ഇഫ് കണ്ടീഷൻ ഒഴിവാക്കിയപ്പോൾ സ്പീഡ് കൂടിയോ ഇല്ലേന്ന്. എന്തോ ഇതാണ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. എന്തായാലും നമുക്ക് എന്താണ് ഇതിൽ കൂടുതൽ ഒപ്റ്റിമൈസ് ഒന്നും ഇല്ല, കാരണം നമുക്ക് ഫസ്റ്റത്തെ വാല്യൂ അവരെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കോഡായിട്ട് ഭയങ്കര സാമ്യമുണ്ട്. ഒരു അങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല. ഒരു ഹാഷ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇത് ചെയ്തു, നമ്മളതിനെ പ്ലസ് ഉള്ളടത്ത് നമ്മൾ ഫസ്റ്റ് വാല്യൂ മാത്രം എടുത്തു, ലോക്കലിനെ റീപ്ലേസ് ചെയ്തു, പിന്നെ നമ്മൾ ആഡ് ചെയ്തു, പിന്നെ ലെങ്ത് ഓഫ് യുണീക്ക് എടുത്തെടുത്തു. അത്രേ ഉള്ളൂ. നമ്മുടെ സെയിം തന്നെയാണ്. ഇമെയിലിൽ നമ്മൾ ഇമെയിൽ വിളിച്ചു, നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തു, നമ്മളതിനെ ഓരോ വാല്യൂ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കണു. അല്ല ഇവിടെ ഇതെന്താണെന്ന് വെച്ചാൽ ലോക്കൽ നെയിം ഡോട്ട് സ്പ്ലിറ്റ് ഓഫ് പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഫ്രണ്ട് പൊസിഷനിലെ സാധനം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് സീറോ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പൊസിഷനിലെ സാധനം വരും. ഇൻഡെക്സ് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഞാൻ ആ ഇൻഡെക്സ് ആണ് ആദ്യം ചിന്തിച്ചത്, നമ്മളതിലേക്ക് പോയതാണ്. ഈ ഇൻഡെക്സ് പറ്റണത്ര ഒഴിവാക്കാൻ നോക്കണം. നമ്മൾ ഒരിക്കലും ഇൻഡെക്സ് എടുക്കാൻ പാടില്ല. ഇത് നല്ലൊരു കൺസെപ്റ്റ് ആണ്. നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ആൻസർ കിട്ടി എന്നുള്ളതും കറക്റ്റാണ്, ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് ഇവിടെ പൈത്തൺ ആണ്. പൈത്തൺ 3 ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറെ വാല്യൂ എഴുതാം. പക്ഷേ ഇത് ആക്സെപ്റ്റബിൾ ആണ്. ഇതൊരു ആൻസറിനായിട്ട് ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കാര്യവും കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, അത് നമുക്ക് ഒബ്സിഡിയനിൽ ബാക്കിയിടാം. ഇത് നമ്മൾ ഹാഷ് സെറ്റ് ആണ് ഉപയോഗിച്ചല്ലേ. അതെ, ഹാഷ് സെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്താ നമ്മൾ ഉപയോഗിച്ച് യുണീക്ക് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ വന്നു അല്ലേ. പിന്നെ നമുക്ക് വന്നത് എന്തായിരുന്നു? ഹാഷ് സെറ്റും വന്നു. പിന്നെ നമുക്ക് കുറച്ച് സ്ട്രിങ് മാനിപ്പുലേഷൻ വന്നിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് പുതിയൊരു ടാഗും ക്രിയേറ്റ് ചെയ്യാം. സ്ട്രിങ് മാനിപ്പുലേഷൻ. അപ്പൊ നമുക്ക് യുണീക്ക്, പിന്നെ നമുക്ക് എന്താ എന്താണ് വാല്യൂസ് നമ്മൾ ഒഴിവാക്കണം. സ്ട്രിങ്ങിന്റെ വാല്യൂസ് നമ്മൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി എഴുതണം. ഒരു മിനിറ്റ്. നമുക്ക് എന്താണ് വേണ്ടത്? റീപ്ലേസും പിന്നെ നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്പ്ലിറ്റ് ഗെറ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ ഓക്കെ. അതിൽ ഇവിടെ നമുക്ക് നമ്മുടെ ടാഗും കൂടി എഴുതിക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി എഴുതിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിച്ചാൽ മതി. ഇപ്പോൾ ടാഗ്സ് നമ്മൾ രണ്ടെണ്ണം ഉണ്ടാവും. ഇപ്പോൾ ഒന്ന് നമ്മുടെ സ്ട്രിങ് മാനിപ്പുലേഷനും വന്നു, പിന്നെ നമ്മുടെ എന്താ ഇതും വന്നു, ഹാഷ് സെറ്റും വന്നു. ഓക്കെ ഓക്കെ. സ്ട്രിങ് മാനിപ്പുലേഷനും ഹാഷ് സെറ്റും വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതും കൂടി കാണാം. ഇവിടെ ടാർഗറ്റ് വാല്യൂ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഹാഷ് മാപ്പിനോട് കണക്റ്റഡ് ആണ് എന്നിട്ട് വന്നു അല്ലേ. പിന്നെ നമ്മുടെ സ്ട്രിങ് മാനിപ്പുലേഷന് നമ്മൾ എന്താ യൂണീക്ക് റീപ്ലേസ് ചെയ്തിട്ട് കണ്ടതാണ്. അത് ഹാഷ് സെറ്റിനോട് കണക്റ്റഡ് ആണെന്ന് കാണിച്ചു അല്ലേ. ഹാഷ് സെറ്റിനോട് കണക്റ്റഡ് ആണ്, സ്ട്രിങ് മാനിപ്പുലേഷനോട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വീണ്ടും ഒരുമിക്കാം. താങ്ക് യു.